അല്ല ചേട്ടൻ എന്താ ഇവിടെ ഇരിക്കുന്നേ? കൊറേ നേരം കൊണ്ട് ഞാൻ നോക്കി നടക്കുവാണല്ലോ. ഒന്നുമില്ലടേ, വെറുതെ വെറുതെ എന്താ ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുന്നത്? ഇല്ല, ഞാനേ വെറുതെ എന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ ഈ ഒരു 58ന്റെ കണക്കാലോചിച്ചോണ്ടിരിക്കുക. 58ന്റെ കണക്കോ? ഞാനൊരു 51ന്റെ കണക്ക് കുറെ നാളായിട്ട് കേൾക്കുന്നുണ്ടായിരുന്നു. അതല്ല, അത് TP ചന്ദ്രശേഖരന്റെ ആ 51 വെട്ട്. ഇത് 51 വെട്ടിന്റെ കഥയല്ല, ഇതൊരു 58ഉം ഇനി അവിടെ നിന്ന് ഒരു 69ലേക്കുള്ള ഒരു യാത്രയും ഒരു 11ന്റെ കുറവ് എവിടെയോ ഫീൽ ചെയ്യുന്നുണ്ട്. സംഭവം എന്തുവാ? 11ന്റെ കുറവ് 69ലേക്ക് എത്തും. കാര്യം പറ. സംഭവം വേറൊന്നുമല്ല. നീ പത്രമൊക്കെ വായിക്കാറുണ്ടോ? പത്രം, TV? ഇടയ്ക്കൊക്കെ. ഇടയ്ക്കല്ല, സ്ഥിരമായിട്ട് വായിക്കണം. അത് ഈ പത്രം എന്നൊക്കെ പറയാം, നമുക്ക് വായിക്കാൻ വേണ്ടി അച്ചടിച്ച് വിടുന്ന വാർത്തകളാണല്ലോ അതിനകത്ത്. അതിൽ ഈ അടുത്ത സമയത്തായിട്ട് ചർച്ച ചെയ്യുന്നൊരു സാധനമുണ്ട്, അറിയോ? ആലോചിക്കാം. സമാധിയാണോ? സമാധിയല്ല, സമാധിയുടെ കാലം കഴിഞ്ഞല്ലോ. സമാധിയല്ല, ഇനി കാലം കഴിയാത്ത കാര്യത്തെക്കുറിച്ച് ഞാൻ പറയുന്നത്. സംഭവം എന്താണ് ഈ 69ഉം 58ഉം? ഇതുവരെ 58ആയി, ഇനി ഒരു 11ന്റെ കുറവുണ്ട് 69ലേക്ക്. അപ്പോൾ അതാണ് ഞാനിങ്ങനെ പറഞ്ഞത്. എന്തെങ്കിലും ഐഡിയ കിട്ടുന്നുണ്ടോ? നോ ഐഡിയ. എങ്കിൽ ഞാൻ പറയാം. ഈ പത്തനംതിട്ട ആണെന്നൊരു സംഭവം. പീഡനം. അതായത് ഒരു പെൺകുട്ടി ഏകദേശം 13 വയസ്സായി. ആ കാലഘട്ടം മുതൽ ആ പെൺകുട്ടിയെ പീഡിപ്പിച്ചു 18 വയസ്സ് വരെ. 18 വയസ്സായപ്പോൾ ആ കുട്ടിക്ക് ഇതെല്ലാം പുറത്ത് പറയണമെന്ന് തോന്നി. അത് പുറത്ത് പറഞ്ഞു. കാര്യങ്ങളിപ്പം ജനങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൽ 58 പേര് പിടിയിലായി. ഒന്ന് ആലോചിച്ച് നോക്കാം അതിൻ്റെ ഒരു ഡെപ്ത്. എന്ത് തോന്നുന്നു നിനക്കിത് കേട്ടിട്ട്? ഡെപ്ത്. ഇപ്പൊ ചേട്ടൻ പറഞ്ഞൊരു ഡെപ്ത് എന്ന് പറഞ്ഞ പെണ്ണായോണ്ടാ ഞാൻ ചോദിച്ചത്. അതല്ല, ഇതിനകത്ത് ചേട്ടൻ പറഞ്ഞൊരു ഡെപ്ത് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ. അപ്പം ഇതിനകത്ത് ഇപ്പോൾ നമ്മള് പലരും ഇപ്പം നമ്മൾ ഈ ചേട്ടൻ പറഞ്ഞ പത്രം വായിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. പത്രത്തിനേക്കാളും കൂടുതൽ ഇത് ഒരു പക്ഷേ ചർച്ച ചെയ്യപ്പെടുന്ന എവിടാന്നറിയോ? സോഷ്യൽ മീഡിയ. ഇൻസ്റ്റഗ്രാം, എക്സ് ഒക്കെ ഭയങ്കര സജീവമായിട്ട് ചർച്ച നടത്തുന്നുണ്ട്. അപ്പൊ ഇതിനകത്തൊക്കെ കോമൺ ആയിട്ട് വരുന്നൊരു ചോദ്യമുണ്ട്. സാധാരണ എല്ലാവർക്കും ഇപ്പൊ ചേട്ടനും തോന്നാവുന്ന ഒരു സംശയമാണ്, ഇപ്പോഴാണോ ഇത് തുറന്നു പറയാൻ തോന്നിയത്? അത് ശരി, അതെനിക്കും തോന്നി. കാര്യം വെറുതെ അല്ല, ഞാൻ ഒരു ഭംഗിവാക്കായിട്ട് പറയുന്നില്ല, എനിക്കും തോന്നി, പലതവണ തോന്നി. 13 വയസ്സ് മുതൽ 18 വയസ്സ് വരെ ഒരു പെൺകുട്ടിയെ പല സ്ഥലങ്ങളിൽ വെച്ച് പലരും പീഡിപ്പിക്കുക. ഏകദേശം 69 പേരോളം പീഡിപ്പിച്ചിട്ട് ഇവരുടെ എല്ലാം ഡേറ്റ ഈ കുട്ടി കളക്ട് ചെയ്ത് വയ്ക്കുക. അതായത് പേര്, അഡ്രസ്സ് തുടങ്ങിയ സാധനങ്ങളെല്ലാം. അപ്പം സ്വാഭാവികമായിട്ട് എനിക്ക് തോന്നിയ ഒരു സംശയമാണ്, ഇതിപ്പോഴാണോ പറയാൻ സമയം കിട്ടിയത്? കാര്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സമയത്ത് എനിക്ക് സംശയം തോന്നി. കാര്യം പല നടിമാരും തൊഴിലിടങ്ങളിൽ വെച്ച് പീഡിപ്പിക്കപ്പെട്ടു. എന്നിട്ട് റിപ്പോർട്ട് വന്ന സമയത്ത് ഇതാ അടക്കുന്നു, അവിടെ നിന്ന് ഒരു നടി ഇങ്ങോട്ട് വന്ന് പറയുന്നു, ഇവിടെ നിന്നൊരു നടി വന്നിട്ട് പറഞ്ഞു സംഭവം പിന്നെ കുഴപ്പമാണ്, എന്നെ അവിടെ വെച്ച് പീഡിപ്പിച്ചു, മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് പീഡിപ്പിച്ചു, ഹോട്ടലിൽ റൂമിൽ വെച്ച് എന്ന് വേണ്ട ആകെപ്പാടെ കാശുവെച്ച. അപ്പം പീഡനം നടന്ന് വർഷങ്ങൾക്ക് ശേഷമാണോ ഒരാൾ പുറത്ത് പറയേണ്ടത്? അതെന്തിനു ന്യായം? നിനക്കെന്ത്? സ്വാഭാവികമായിട്ട് ഈ സംശയമുണ്ടേ. ഈ സംശയം എല്ലാവരും, സാധാരണക്കാരായ എല്ലാവരും, ഇപ്പൊ ഇതിനെപ്പറ്റി കൂടുതലൊന്നും അറിയാത്ത സാധാരണക്കാരായ എല്ലാവർക്കും തോന്നും, അതെങ്ങനെ ഇത്രയും ചെക്കന്മാര് മാത്രമാണോ തെറ്റ് ചെയ്തത്? ആ പെൺകുട്ടിയും തെറ്റ് ചെയ്തില്ല, എന്തേ അവക്കെതിരെ കേസില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സാധനമുണ്ട്. പക്ഷേ അതിനകത്തൊരു കാര്യമുണ്ട്, അത് നമുക്ക് നിയമപരമായിട്ട് അതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റില്ല, നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. പക്ഷേ ചേട്ടൻ ആദ്യം എന്നോട് ഈ ചോദ്യം ചോദിക്കുന്നതിന് മുന്നേ ഒരു കാരണം പറഞ്ഞല്ലോ, നീ ഒരു പെണ്ണായതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പം പെണ്ണുങ്ങൾക്കിടയില് അല്ലേ, പെണ്ണുങ്ങളുടെ ഇടയില് ചേട്ടൻ പെണ്ണായതുകൊണ്ട് എന്നോട് ചോദിച്ചു. അപ്പോൾ പെണ്ണുങ്ങൾക്ക് നേരിടുന്ന കുറേ അധികം പ്രശ്നങ്ങളുണ്ട്. അതൊരു പക്ഷേ നിങ്ങൾക്കും അറിയാവുന്ന പ്രശ്നങ്ങളായിരിക്കും, പക്ഷെ അതിനെ റിയലൈസ് ചെയ്യാൻ ചിലപ്പോൾ ആണുങ്ങൾക്ക് പറ്റില്ല. മനസ്സിലായില്ല എനിക്കത്. അത് പറ്റില്ല എന്ന് പറയുന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പലരും, ഇപ്പൊ ഞാൻ പറയാം ചെറുപ്പം, നമ്മളിപ്പോ ചേട്ടൻ ചെറുപ്പമായിരുന്ന സമയത്ത്, അത് ഞാൻ അത്ര അംഗീകരിച്ചു തരില്ല. ഇപ്പൊ ചെറുപ്പമായിരുന്ന സമയത്ത്, ഇപ്പൊ കൊച്ചുകുട്ടിയായിരുന്ന സമയത്ത് ചേട്ടനെ എവിടെങ്കിലും അയ്യോ ചേട്ടൻ്റെ ഏതെങ്കിലും രഹസ്യ ഭാഗങ്ങൾ കാണുമ്പോഴത്തേക്കും അല്ലെ അച്ഛനും അമ്മയും പിടിച്ച് അടിക്കുവോ, വഴക്കു പറയോ, അല്ലെങ്കിൽ എന്താ പറയാ ഈ പറയുന്നത് എന്തെങ്കിലും റെസ്ട്രിക്ഷൻസോട് കൂടിയിട്ടാണോ വളർത്തിയത്? ഇല്ല. ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് സിമ്പിളായിട്ടൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഈ ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ രഹസ്യഭാഗങ്ങൾ കാണിക്കുമ്പോൾ നമ്മൾ അതിനകത്തൊരു ഇത് തോന്നും. മീൻസ് ഇപ്പോൾ അതിനെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുക, അല്ലെങ്കിൽ അത് വെച്ച് കളിയാക്കുക, അത് വെച്ച് തമാശ കാണിക്കുക. ഇപ്പം മുണ്ടൊക്കെ എടുത്തുകൊണ്ട് വരുന്ന സമയത്ത്, നമ്മൾ കുട്ടികളായിരിക്കുന്ന സമയത്ത് നമ്മൾ മുണ്ട് ഈ ചെറിയ തോർത്തൊക്കെ എടുത്ത് ഇങ്ങനെ കുത്തി എടുക്കുമല്ലോ. ഈ കുത്തി എടുക്കുന്ന സമയത്ത് അത് കാണുമ്പോൾ ആൾക്കാർ ചിരിക്കുക. അതൊരു ആൺകുട്ടിയുടെ തമാശ എന്നുള്ള നിലയിലാണ് കാണുന്നത്. പക്ഷേ നീ പറഞ്ഞ ശരിയാ, ഈ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആ പെൺകുട്ടികൾക്ക് ഏർപ്പെടുന്ന കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്.
അത് നിസ്സാര റെസ്ട്രിക്ഷൻസ് അല്ല. ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം, നമ്മൾ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് അല്ലെങ്കിൽ നമ്മളായിട്ട് ഇരിക്കാൻ ശ്രമിക്കുന്ന സ്ഥലം എവിടാ? നമ്മുടെ വീടാണ്. നമ്മൾ ചെറുപ്പത്തിൽ ജനിച്ച് നമ്മൾ വളർന്ന് നമ്മുടെ എല്ലാം എന്ന് പറയുന്നത് നമ്മുടെ വീടാണ്. നമ്മുടെ എല്ലാം നമ്മുടെ വീടാണ്. പക്ഷെ ആ വീട്ടിൽ നിന്ന് നമ്മൾ എന്താണ് പഠിച്ചു തുടങ്ങുന്നത്? പ്രത്യേകിച്ച് ഞാൻ പെൺകുട്ടികളുടെ കാര്യമാണ് പറയുന്നത്. പെൺകുട്ടികൾ എന്താണ് പഠിച്ചു തുടങ്ങുന്നത്? അവർ ചെറുപ്പത്തിൽ അവരുടെ വീട്ടിൽ നിന്ന് അവർ പഠിച്ചു തുടങ്ങുന്നത് കാലുമേ കാല് കയറ്റിയിരിക്കരുത്, കാലകത്ത് ഇരിക്കരുത്, കാലാട്ടരുത്, മുടി അഴിച്ചിടരുത്, ബാത്റൂമിൽ കയറിയാൽ ഒരു പാട്ട് പാടരുത്. അതായത് ബാത്റൂമിൽ കയറി പാട്ട് പാടിയാൽ വേറെ ആണുങ്ങളെ ക്ഷണിക്കുവാണെന്ന് വരെ പണ്ടത്തെ ഒരാൾക്കാർ പറഞ്ഞിരുന്നുണ്ട്. അതായത് നമ്മൾ ബാത്റൂമിലൊക്കെ കയറി ഇങ്ങനെ പാട്ട് പാടി കുളിക്കുമ്പം വേറെ ആൾക്കാർക്കുള്ള ഒരു ക്ഷണമായിട്ട് അതിനെ കണ്ട ഒരു ടൈം ഉണ്ടായിരുന്നു. അതായത് അങ്ങനെ റെസ്ട്രിക്ഷനോട് കൂടി വളർന്നു വരുന്ന കുട്ടികൾ കുറച്ച് വലുതായി കഴിയുമ്പം അവർ സ്വയം വിചാരിക്കും ഇങ്ങനെ എന്തെങ്കിലും. ഇപ്പം അങ്ങനെ ഇവരെ അത് കഴിഞ്ഞ് ഒരു പ്രായം കഴിയുമ്പോൾ, അതായത് ഒരു ടീനേജിലോട്ട് എത്തുന്നതിനൊക്കെ മുന്നേ തന്നെ നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് പ്രത്യേകിച്ച് പെൺകുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കും. ഈ എന്താ പറയുന്നത്, പഴയ ആൾക്കാരാണെന്ന് തോന്നുന്നു ഏറെക്കുറെ പറഞ്ഞു പഠിപ്പിക്കും, നമ്മുടെ ശരീരം നമുക്കെന്തോ ഏറ്റവും വിലപ്പെട്ട ഒരു മുതലാണ് എന്ന് ഗേൾസിനെ ഇങ്ങനെ ഡെയിലി ഇതിങ്ങനെ ചാരിത്രം എന്ന് പറയുന്ന സാധനം എന്തോ വലിയൊരു സാധനം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ ജീവിതം തന്നെ നശിച്ചു പോകും. അത് ഒരിക്കലും പാടില്ല, പക്ഷെ നിങ്ങളത് നേരിടുന്നില്ല. ആ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം നിങ്ങൾ ഒരിക്കലും ആണുങ്ങളെ കുറിച്ച് പറയുന്നത് ചെളി കണ്ടാൽ ചവിട്ടും, വെള്ളം കണ്ടാൽ കഴുകും. പക്ഷെ ഇതല്ല. ഇത് വെച്ചാൽ നമ്മുടെ വീട്ടിൽ നിന്ന്, അതായത് നമ്മൾ ഏറ്റവും സേഫ് ആയിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്തുനിന്ന് നമ്മൾ പഠിക്കുന്ന ഇതാണ്, അയ്യോ നമ്മുടെ ശരീരം അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ആരെങ്കിലും തൊട്ടാൽ നമ്മൾ പോയി, അതോടുകൂടി കഴിഞ്ഞു, ആ ഒരു പെണ്ണിന്റെ ലൈഫ് കഴിഞ്ഞു എന്ന് നമ്മളെ ചെറുപ്പം മുതലേ വീട്ടിൽ നിന്നേ പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം പണ്ട് ഉണ്ടായിരുന്നു. അത് പഠിപ്പിക്കലല്ല, ശരിക്കും പറഞ്ഞാൽ ഇൻജെക്ട് ചെയ്ത് തരാന്ന് തോന്നുന്നത്. ആ ഒരു സിസ്റ്റം ഇപ്പോഴും ഉണ്ടെന്നേ, ഇപ്പോഴും എല്ലാം മിക്കവാറും. അപ്പൊ അതിന്റെ ഒരു പ്രശ്നം എവിടെ വരുന്നതെന്ന് അറിയോ? അതിന്റെ ഒരു ശരിക്കുള്ള പ്രശ്നം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഏതെങ്കിലും തരത്തിൽ അബ്യൂസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ സ്വയം അങ്ങ് വിചാരിക്കും നമ്മൾ എന്തായി, നശിച്ചു, അല്ലെങ്കിൽ നമ്മുടെ മൊത്തം നമ്മുടെ എല്ലാം നശിച്ചു പോയി, നമ്മളെ കൊണ്ട് ഇനി ഒന്നിനും കൊള്ളൂല എന്നുള്ള അവസ്ഥയിലോട്ട് നമ്മൾ പെൺകുട്ടികൾ ചിന്തിക്കുന്ന ഒരു ഘട്ടത്തിലോട്ട് ഇത് കൊണ്ടെത്തിക്കും. അതിലോട്ട് ആ ഒരു ചിന്ത നമ്മളിലേക്ക് കൊണ്ടുവരാൻ ഈ ചെറുപ്പത്തിൽ നമ്മളെ പറഞ്ഞു പഠിപ്പിച്ച കുറെ കാര്യങ്ങളെങ്കിലും കാരണമാകും. നീ പറഞ്ഞു വരുന്നത് നമ്മുടെ കുടുംബത്തിൽ ഇതിനനുസരിച്ചുള്ള ഒരു മാറ്റം ഉണ്ടാകണം. അതായത് പെൺകുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് നീക്കം ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഇത്തരത്തിൽ തെറ്റായ ചില ധാരണകൾ, ഒരു പക്ഷേ തെറ്റായ ധാരണ തന്നെയാണ്. കാര്യം ഇങ്ങനെ ഒരു ധാരണ കൊടുത്തു കഴിയുമ്പോൾ നീ സൂചിപ്പിച്ച പോലെ തന്നെ ആ കുട്ടിക്ക് മാനസികമായ ഒരു തകർച്ചയുണ്ടാകും. ഇത് സത്യത്തിൽ ചില സിനിമകളൊക്കെ, പഴയകാല സിനിമകൾ അല്ലെങ്കിൽ പോലും ആ സിനിമകളിൽ ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അതായത് ആ സിനിമകളിൽ പലപ്പോഴും ഈ നായികയെ ഏതെങ്കിലും ഒരു ദുഷ്ട കഥാപാത്രം, ടി രവിയോ ബാലങ്കേ നായരോ പോലുള്ള കഥാപാത്രം വരുന്നു, അവരെ പീഡിപ്പിച്ച് കഴിഞ്ഞിട്ട് ഈ പെൺകുട്ടിയുടെ ഒരു ഇരിപ്പുണ്ട്. എല്ലാ സിനിമകളിലും ഞാൻ കണ്ടിട്ടുള്ള ഒരു സാധനം, പെൺകുട്ടിയുടെ ഒരു പുതപ്പും പുതച്ചിട്ട് ആ പെൺകുട്ടി കൈ ഇങ്ങനെ വെച്ച് മുട്ടിൽ ഇങ്ങനെ താങ്ങി മുഖം ഇങ്ങനെ ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു ഇരിപ്പുണ്ട്. ആ ഇരിപ്പ് കാണുമ്പം നോർമലി എല്ലാവർക്കും മനസ്സിലാവും ആ കുട്ടി പീഡിപ്പിക്കപ്പെട്ടു, അബ്യൂസ് ചെയ്യപ്പെട്ടു. അവിടെ ആ കുട്ടിയുടെ ലൈഫ് തന്നെ ഇല്ലാതായി പോകുന്നു. ഒരു പക്ഷേ അതിന് എനിക്ക് തോന്നുന്നു അതിനെയൊക്കെ ഓവർകം ചെയ്ത് ഒരു സിനിമ ഉണ്ടായിട്ടുണ്ട്, പത്മരാജൻ്റെ ഒരു സിനിമ ഉണ്ടായിട്ടുണ്ട്. അതിനെല്ലാം ഓവർകം ചെയ്തിട്ട് നായകൻ വന്നിട്ട് നായികയെ കൂട്ടിക്കൊണ്ട് പോകുന്ന ഒരു സിനിമ, നമുക്ക് വാർക്കാം മുന്തിരിത്തോപ്പുകൾ എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയിട്ടുണ്ട്. ആ സിനിമയിലാണ് ഒരു പക്ഷേ ഒരു മാതൃകാപരമായ ഒരു നീക്കം അതിനകത്തൊരു നായകൻ്റെ ഭാഗത്തും ഉണ്ടാകുന്നു. ശരിക്കും നീ പറഞ്ഞ പോലെ തന്നെ ഈ രീതിയിൽ കുട്ടികൾക്കിടയിൽ ഒരു മാറ്റം, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഈ പെൺകുട്ടികൾക്ക് റെസ്ട്രിക്ഷൻസ് ഏർപ്പെടുത്തുന്നത് രക്ഷിതാക്കൾ എനിക്ക് തോന്നുന്നു നിർത്തലാക്കണം. അങ്ങനെ നിർത്തലായിക്കൊണ്ട് ഇതൊന്നും നിങ്ങൾ എന്തുകൊണ്ട് ആൺകുട്ടികളെ ഇങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നില്ല? എന്തുകൊണ്ടാണ് ഇപ്പോൾ ആണിനും പെണ്ണിനും ശരീരം ഒരുപോലെ തന്നെയാണ്, അവനവൻ്റെ ശരീരം അവനവന് വലുതാണ്. ഇപ്പോൾ പെൺകുട്ടികളെ ഇങ്ങനെ ചെറുപ്പം മുതലേ എൻ്റെ ശരീരം നിന്റെ ശരീരമാണ് നിനക്ക്. പക്ഷേ നീ പറഞ്ഞാൽ അതിൽ ചെറിയ പ്രശ്നമുണ്ട്. ആൺകുട്ടികൾ അബ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്, ആൺകുട്ടികളും ഇതേപോലെ അബ്യൂസിന് ഇരയാക്കപ്പെടുന്നുണ്ട്. ഈ അടുത്ത സമയത്ത് ഒരു സിനിമാ നടൻ, അത്യാവശ്യം നല്ല ശരീരമുള്ള, നല്ല സിനിമകളിലൊക്കെ വില്ലനായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നടൻ തന്നെ വന്നിട്ട് പരസ്യമായി വെളിപ്പെടുത്തിയിട്ടുണ്ട്.
താൻ പലപ്പോഴും അബ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വെളിപ്പെടുത്തലുണ്ട്. അതിനെ ഓവർകം ചെയ്യേണ്ടി വരും. ഈ പറയുന്ന നമ്മൾ മീഡിയക്കാരായിട്ട് പോലും അതിന് നമ്മൾ എത്രത്തോളം പ്രാധാന്യം കൊടുത്തു? അതിനൊരു പ്രാധാന്യം കൊടുത്തില്ല. അതേസമയം ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുമ്പോഴത്തേക്കും എന്താ പറയുന്നത്, ലോകം മുഴുവൻ അവൾക്ക് നേരെ അങ്ങ് തിരിയാണ്. അതുകൊണ്ടാണല്ലോ അവൾക്ക് നേരെ തിരിഞ്ഞു, അവൾക്ക് നേരെ വിലർച്ചു. ഇത് എവിടെ നിന്നുണ്ടായി? ആ കുട്ടി എന്തുകൊണ്ട് ഇത് പുറത്ത് പറയാൻ മടിച്ചു എന്നുള്ളതിനെ കുറിച്ച് ഇപ്പോൾ പത്തനംതിട്ടയിലെ കേസ് തന്നെ എടുത്ത് നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല. പക്ഷേ എങ്കിൽ കൂടെയും അതിനകത്ത് പല പല കാരണങ്ങളുണ്ടാവും. ഒന്നാമത്തെ കാര്യം, അച്ഛനോടും അമ്മയോടും ചിലപ്പോൾ തുറന്നു പറയാനുള്ള ഭയം ഉണ്ടാവും. അയ്യോ ഇപ്പം ഞാൻ ചെന്ന് പറഞ്ഞ അന്നത്തെ ആ കുട്ടി ആദ്യമായിട്ട് അബ്യൂസ് ചെയ്യപ്പെടുന്ന സമയത്ത് 13 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. അപ്പോൾ വീട്ടിൽ ചെന്ന് പറയുമ്പോൾ അയ്യോ എൻ്റെ അച്ഛനും അമ്മയും എന്നെ അടിക്കുമോ, ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഭാഗത്താണോ തെറ്റ്? കാരണം നമ്മൾ ചെറുപ്പം മുതലേ നമ്മൾ കേട്ട് വളർന്നു വരുന്നത് എന്താ പറയുന്നത്, നമ്മുടെ ശരീരം നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടമല്ല, ഒരാൾ നമ്മൾ അബ്യൂസ് ചെയ്യപ്പെട്ടാൽ നമുക്ക് എല്ലാം നഷ്ടപ്പെട്ടു എന്ന് കേട്ട് പഠിച്ച് വളർന്നു വന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം, പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഞാൻ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് പറയും? അവർ വിഷമിക്കുമോ, അവർ വേദനിക്കുമോ, അവർ ആത്മഹത്യ ചെയ്യുമോ, അതല്ലെങ്കിൽ അവരെന്നെ അടിക്കുമോ, അവരെന്നെ വഴക്ക് പറയുമോ എന്നൊക്കെ ചിന്തിക്കാം. അങ്ങനെ ചിന്തിച്ച് അന്നേരം ഈ അബ്യൂസുകൾ വീണ്ടും 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 ഉണ്ടാവുമ്പോഴും അവർ അതേ അവസ്ഥയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇതിനി ഞാൻ ആരോടെങ്കിലും പറഞ്ഞാൽ എനിക്ക് നാണക്കേടാവോ, മറ്റുള്ളവരറിഞ്ഞാൽ എൻ്റെ അവസ്ഥ എങ്ങനെയാവും, ഞാൻ എങ്ങനെ പുറത്തിറങ്ങും, ഞാൻ എങ്ങനെ ട്രാവൽ ചെയ്യും, ഇതൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പം ഞാനൊരു പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ നമ്മൾ പലരുമായിട്ടും പല പെൺകുട്ടികളുമായിട്ടും അവരുടെ അനുഭവങ്ങളൊക്കെ കേട്ടിട്ടും അറിഞ്ഞിട്ടും ഒക്കെ ഉള്ള ഒരു എക്സ്പീരിയൻസിൻ്റെ പുറത്താണ് ഞാൻ സംസാരിക്കുന്നത്. ആധികാരികമായിട്ടൊന്നും സംസാരിക്കുകയല്ല, നമ്മൾ കേട്ടറിഞ്ഞ ഒരു കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. കാരണം നമ്മളെപ്പോഴും നമ്മുടെ പേരൻസ് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളവർ, നമ്മളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവർ, നമ്മളോട് നമ്മൾ കുട്ടികളോട് കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആവാമെങ്കിൽ ഒരു പരിധി വരെയൊക്കെ ഇത്രയും അബ്യൂസുകളിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അല്ലെങ്കിൽ പറയാനുള്ള ധൈര്യം. ഇനിയിപ്പം ഏതെങ്കിലും രീതിയിൽ നമ്മൾ മക്കളെ വളർത്തിക്കൊണ്ട് വരുന്നുണ്ട്, ഏതെങ്കിലും രീതിയിൽ അവർ അബ്യൂസ് ചെയ്യപ്പെട്ടാൽ അവർക്ക് നമ്മളുടെ അടുത്ത് വന്ന് പറയാനുള്ള ധൈര്യം വേണം. ആ ഒരു ഫ്രീഡമാണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. ആ ഫ്രീഡം നമ്മൾ കൊടുക്കണം. അങ്ങനെ ഒരു അബ്യൂസ് നടന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ധൈര്യത്തോടെ വന്ന് പറയാനുള്ള ഒരു ഫ്രീഡം. കാര്യം കുട്ടികൾ ഇപ്പം നീ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ കുട്ടികൾ സത്യത്തിൽ വരുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ ചില ഭയപ്പെടുത്തലുകളുണ്ട്. ഇടി നീ അങ്ങനെ ചെയ്ത് നിനക്ക് അത് സംഭവിക്കും. മെൻ്റലി അവർ സ്റ്റക്കായി മാറുന്നു. ആ മെൻ്റലി സ്റ്റക്കാവാതെ ഈ കുട്ടികൾ വന്നിട്ട് രക്ഷിതാക്കളോട് പറയാനുള്ള ഒരു മെൻ്റൽ കപ്പാസിറ്റി അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ ഈ രക്ഷിതാക്കൾക്ക് മാത്രമേ പറ്റൂ. ആ രക്ഷിതാക്കൾ ശ്രമിക്കണം. ഇപ്പം ഞാനാണെങ്കിലും നീ ആണെങ്കിലും എല്ലാവരും കുട്ടികളെ വളർത്തിക്കൊണ്ട് വരുന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇടപെടലുകളാണ് വേണം. തീർച്ചയായും ഈ കുടുംബത്തിൽ അത്തരത്തിലുള്ള മാറ്റങ്ങളുണ്ടാകണം. ഓരോ വീട്ടുകാരും അതിനെക്കുറിച്ച് കൃത്യമായി ചിന്തിക്കണം. തന്നെയാണല്ലോ ഒരുപക്ഷെ നമ്മുടെ ഈ ചെറിയ ഈ രീതിയിൽ നീ വന്ന് ചോദിച്ചുകൊണ്ട് മാത്രമാണ് എന്താണ് ഞാൻ ചിന്തിച്ചതെന്ന് മനസ്സിലായത്. ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ചിന്തകൾ ഇനിയും നമ്മുടെ കുടുംബങ്ങളിൽ സത്യത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. ഒരുപാട് സമയം കുട്ടികളുമായിട്ട് ഇരുന്ന് സംസാരിക്കാൻ അവർ സമയം കണ്ടെത്തണം. വീട്ടുകാർ കുട്ടികളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ അവർ സമയം കണ്ടെത്തണം. ഇതിനൊക്കെ ഒരു സമയം കണ്ടെത്തുന്നതാവട്ടെ, അവസരം കൊടുക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ കാര്യമുള്ളൂ, അവർക്ക് നമ്മുടെ അടുത്ത് വന്ന് അവർക്ക് എന്തും പറയാൻ നമ്മൾ അവരുടെ കൂട്ടുകാരായിരിക്കണം. ഓരോ പേരൻസും അവരുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണെങ്കിൽ പരിധി വരെ എന്തും തുറന്നു പറയാൻ മക്കൾക്ക് പറ്റും. അപ്പോൾ ഈ രീതിയിൽ അബ്യൂസ് ചെയ്യപ്പെട്ടാലും ഇല്ലെങ്കിലും അല്ലെങ്കിൽ എന്തുണ്ടായാലും അവർക്ക് തുറന്നു പറയാൻ പറ്റും. അപ്പോൾ അത് ഓരോ വീടുകളിലും ഉണ്ടാവണമെന്ന് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. അപ്പം ഇത് നമ്മുടെ ചെറിയൊരു ചർച്ച ഇത് കാണുന്നവരെങ്കിലും കുറച്ചെങ്കിലും ഒക്കെ ചിന്തിക്കൂലേ? കഴിഞ്ഞില്ല, കുറെയൊക്കെ കൂടെ പറയാനുണ്ട്. സത്യം പറഞ്ഞാലേ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി ഞാൻ തുടങ്ങിയതാണ്. ഇവിടം വരെ കൊണ്ട് എത്തിക്കുമോ എന്നെ സ്വപ്നത്തിൽ ഞാൻ വിചാരിച്ചില്ല. ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ? പറഞ്ഞെല്ലാം കറക്റ്റ് തന്നെ. നീ സത്യം പറയാ സമ്മതിക്കണം. എന്റെ പൊന്നു മച്ചാ, നിന്നെ ആരെയാന്ന് മനസ്സിലായല്ലോ. ആരെയാന്ന്? നിന്റെ കെട്ടിയവനെ തന്നെ. പോവാ. ശരി.